കളർ ചെയ്യാൻ പോവാണ്. ഈ ഹെയർ കളർ വെച്ചിട്ട് സ്ട്രീക്സിൻ്റെ ഈ ഒരു ഷെയ്ഡാണ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇത് കുറേ സാധനങ്ങളുണ്ട്. ഇതിനകത്തൊരു കണ്ടീഷണറുണ്ട് സ്ട്രീക്സിന് തന്നെ. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന്, ഹൗ ടു യൂസ് നോക്കൂ, ആ സാധനമുണ്ട്. പിന്നെ സ്റ്റെപ്പ് 1, ഇത് ബ്ലീച്ചാണ്. നമ്മൾ ഫസ്റ്റ് ഹെയർ വൈറ്റ് കളറാക്കും, എന്നിട്ട് നമ്മൾ കളർ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം. പിന്നെ ഇതാണ് സ്റ്റെപ്പ് 2, ഇതാണ് കളർ. അതൊരു ബ്രഷും ഉണ്ട്. ഈ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ മുടിമേ തേക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രീക്സിൻ്റെ കളേഴ്സ്. ഇത്ര ഷെയ്ഡ്സ് ഉണ്ട്. ഓക്കെ, കുറേ ഷെയ്ഡ്സ് ഉണ്ട്, കണ്ടില്ലേ? ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഷെയ്ഡ് ഇത് ഈ ഷെയ്ഡാണ്. ഇത് ഫസ്റ്റ് നമ്മൾ ശരിക്കും ഗ്ലൗസ് ഇടണം. കയ്യിൽ ഗ്ലൗസ് ഇടാം നമുക്ക്. രണ്ട് ഗ്ലൗസ് ഉണ്ട്, നമുക്ക് രണ്ടെണ്ണം ഇടാം. തീരെ വയ്യാണ് ഇങ്ങനെയാണ്. നമുക്ക് ഫസ്റ്റ് എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ സാധനം ഇത് നമ്മൾ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ട് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയണം. ഓക്കെ, അപ്പോൾ അത് ചെയ്തിട്ട് വരാം. മിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിതിൽ കൊടുത്തേക്കുന്ന പോലെ ചെയ്യാൻ പോകണം. സ്റ്റെപ്പ് 1, നമ്മൾ ഈ രണ്ട് സാധനങ്ങളും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ പോകണം. ഓക്കെ, അടുത്ത നമ്മൾ ഈ പൊടി ഇടാൻ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഹെയർ കളർ ചെയ്യുന്നതിന് നമ്മൾ ഡ്രസ്സ് മാറ്റണം, അല്ലെങ്കിൽ ഡ്രസ്സിൽ മൊത്തം കളറായത്. പിന്നെ നമുക്ക് അലുമിനിയം ഫോയിൽ ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധാ കവർ നമ്മൾ കീറിയിട്ടെടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ക്ലിപ്പും വേണം, ചീപ്പും വേണം. ഓക്കെ, A few moments later. ഓക്കെ, നമ്മളിപ്പോൾ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയത്, കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഷെയ്ഡാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്കിനി കളറും കൂടി ചെയ്ത് നോക്കാം. കളർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കളർ അത്ര മാറില്ല, കാരണം ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ നല്ലോണം കളർ കിട്ടും. നമുക്ക് മറ്റേ കളറും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് ഡ്രൈ ആവണം. ഹെയർ ഒന്ന് ഡ്രൈ ആയിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ. ഹെയർ ഉണങ്ങുമ്പോഴത്തേക്കിനും അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്റ്റെപ്പ് 2. അത് ഫസ്റ്റ് കളറിൻ്റെ ക്രീമും ഉണ്ട്, പിന്നെ ഡെവലപ്പറും ഉണ്ട്. നമുക്ക് ഡെവലപ്പർ ആദ്യം ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത നമ്മൾ ഈ ക്രീമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്യാം.
ചെയ്യാം. നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കളറ് ഇതാണ്. അത് നമ്മുടെ ഇതിലുള്ള ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയത്. വെയിലത്തിറങ്ങുമ്പോൾ കുറച്ചും കൂടെ ലൈറ്റ് കളറാകും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.